ശ്രീരേഖയെ മികച്ച അഭിനേത്രിയാണെന്ന് പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ള ജീവിതത്തിലും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിലും സീരിയലിലുമൊക്കെ നല്ല അഭിനയം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അഭിനയത്തിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷേ ബിഗ് ബോസിലൊരു നല്ലൊരു അഭിനയം കാഴ്ചവെച്ചു. ഈ പ്രാവശ്യം ഓസ്കാർ വേണമെങ്കിൽ ശ്രീരേഖയ്ക്ക് കൊടുക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടിട്ട് ശ്രീക്ക് തീരെ വയ്യാതെ കിടക്കുകയാണ്. അപ്പം ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിക്കുന്നുണ്ട്. ഏരിയയിലേക്ക് വിളിച്ചിട്ട് ഒരു കാര്യം പറയാനാണ്. അപ്പം ശ്രീരേഖ പറയുന്നു, എനിക്ക് നടക്കാൻ പോലും വയ്യ, അല്പനേരം പോലും എണ്ണിച്ചിരിക്കാൻ വയ്യ, എനിക്ക് തീരെ വയ്യ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നു. അപ്പം നമ്മൾ നന്ദനയാണ് ആഹാരം വാരി കൊടുക്കുന്നത്. അപ്പം തീരെ വയ്യാതെ കിടക്കുന്ന ശ്രീരേഖയോട് ബിഗ് ബോസ് പറഞ്ഞാൽ എന്നാൽ വരണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ചെന്ന് ലിവിങ് ഏരിയയിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ അഭിഷേകിനെ വിളിച്ച് നിർത്തിയാണ് പറയുന്നത്. അഭിഷേക് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു, അത് ഇന്ന് വൈകുന്നേരം സാധിച്ചു തരാം എന്ന് പറഞ്ഞു. മഞ്ഞുമല ബോയ്സ് കാണാം എന്നുള്ള കാര്യമാണ് അഭിഷേക് ആവശ്യപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഇത് ശ്രീരേഖയോട് ചെന്ന് എല്ലാവരും പറയുമ്പോൾ ശ്രീരേഖ വയ്യാതെ കിടന്ന ശ്രീരേഖ കൈകൊട്ടി ആഹ്ലാദ പ്രകടനം നടത്തുന്നുണ്ട്. പിന്നെ ബിഗ് ബോസിനോട് പറഞ്ഞ് എനിക്ക് അല്പം പോലും എണ്ണിക്കാൻ വയ്യ, തലപൊക്കി പോലും ഇരിക്കാൻ വയ്യ, ലിവിങ് ഏരിയയിൽ പോലും വന്നിരിക്കാൻ വയ്യാത്ത അവസ്ഥയിലുള്ള ശ്രീരേഖ എല്ലാവരും സിനിമയ്ക്ക് പോകുന്ന ഒരുങ്ങിയപ്പം ശ്രീരേഖയും കൂടെ ഒരുങ്ങിയാണ്. വയ്യാന്ന് പറഞ്ഞ് പിന്നെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ആർക്കെങ്കിലും വല്ലതും തോന്നിയാലോ. പിന്നെ എണ്ണിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നു, പിന്നെ തലയിരി കെട്ടുന്നു. എന്നിട്ട് ബിഗ് ബോസിനോട് ആവശ്യം. അന്നേരം ബിഗ് ബോസ് നേരത്തെ പറഞ്ഞു ശ്രീരേഖയ്ക്ക് വയ്യാങ്കിരുന്ന സിനിമയ്ക്ക് വരണ്ട, ശ്രീരേഖ കിടന്നോളൂ എന്ന് പറഞ്ഞു. അല്ല ബിഗ് ബോസ്, എനിക്കിപ്പോൾ ഇച്ചിരി ആപതുണ്ട്, അതുകൊണ്ട് ഞാൻ പെയ്യെ നടന്ന് വന്നോളാം, ഇത് തുറന്നിട്ടാൽ മതി, ഞാൻ വേണമെങ്കിൽ കുറച്ച് നേരം കണ്ടതിന് ശേഷം വേണമെങ്കിൽ വന്ന് കിടന്നോളാം എന്ന് പറഞ്ഞു. ബിഗ് ബോസിൻ്റെ കാര്യം ഏകദേശം മനസ്സിലായി കാണും. ഏതായാലും ശ്രീരേഖ അഭിനയം ഒരു ഒന്നൊന്നര അഭിനയമായിരുന്നു. അത് നമുക്ക് ലൈവ് കണ്ടപ്പം കൃത്യമായിട്ടത് തോന്നി എന്നുള്ളതാണ്. ഏതായാലും മികച്ച അഭിനയത്തിൽ തന്നെ കേട്ടോ. അഭിനയം അധികം നാൾ നീണ്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ആഴ്ച തന്നെ പുറത്തു പോകാനാണ് സാധ്യത കൂടുതൽ.